കുറേ നാളായി യൂട്യൂബിൽ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു 1 ഇയർ ആയിട്ട് ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ അധികം അപ്ലോഡ് ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉണ്ടാകും എല്ലാ ദിവസവും. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കലൊക്കെ ഭയങ്കര പാടാണ്. ഷോർട്സ് ആകുമ്പോൾ ഇച്ചിരി നേരം എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ ലോങ് വീഡിയോ ആകുമ്പോൾ അങ്ങനെയല്ല, കുറേ നേരം ഇരുന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടാറില്ല. അപ്പം ഇനിയിപ്പം അതിനുള്ള ടൈമാണ്. കാരണം ജൂൺ ജൂലൈ മാസമാണ്. നമുക്കങ്ങനെ ഓർഡേഴ്സ് ഒന്നും അധികം തിരക്കുള്ള ടൈമല്ല. ഒരു ഓഫ് സീസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെയൊക്കെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം ടൂറാണ് കേട്ടോ. നമ്മുടെ ബേക്കിംഗ് റൂമും നമ്മുടെ ഇവിടുത്തെ വീടും ഒക്കെ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നതെന്ന് കാണിക്കാനാണ്. കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നൊരു വീഡിയോ നമ്മുടെ വർക്ക് സ്പേസിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിന്ന് ചെയ്യാമെന്ന് അങ്ങ് വിചാരിച്ചു. അതേപോലെ ഇതെൻ്റെ സ്വന്തം വീടല്ല കേട്ടോ. എൻ്റെ സ്വന്തം വീട് തൈക്കലാണ്, ചേർത്തലയിൽ തൈക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളൊരു 3 വർഷമായിട്ട് ബേക്കിംഗ് ഫീൽഡിലുണ്ട്. ഞാനിപ്പം ഈ റെൻ്റൽ സ്പേസ് എടുത്ത് മാറിയിട്ട് ഒരു 9 മാസമാവുന്നു കേട്ടോ. കഴിഞ്ഞ സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. അതിന് മുന്നേ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ആകണം എന്ന് തോന്നിയിട്ട് നമ്മളൊരു വീട് തന്നെയാണിത്. ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ പുറകെ പറയാം. അപ്പം ഈ ഒരു വലിയ വീടാണ്. അത് പോർഷൻ തിരിച്ചിട്ട് കുറേ ആൾക്കാർക്ക് റെൻറ്റിന് കൊടുത്തേക്കുവാണ്. ഇവിടെ ടോട്ടൽ ഒരു 4 ഫാമിലി ഉണ്ട്. അതിൽ നമ്മൾ മാത്രമാണ് കേക്കിൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നത്. നമ്മളൊരു സ്പേസ് എടുത്തിട്ട് അവിടെയാണ് നമ്മുടെ വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 ഫാമിലി ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ 2 ഫാമിലിക്കുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ റൈറ്റിലോട്ട് വരുമ്പോൾ ആണ് നമ്മുടെ ബിൽഡിങ്. നമ്മുടെ ഈ ഒരു റെഡ് സ്കൂട്ടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു ഇത് കണ്ടോ, അതാണ് നമ്മളുടെ ഇത്. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് വേറൊരു ഫാമിലിയാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ സ്കൂട്ടി ഇരിപ്പുണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഈ ഒരു വണ്ടിയിലായിരുന്നു നമ്മൾ കാറൊക്കെ എടുക്കുന്നതിന് മുന്നേ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതിവിടെ കൊണ്ട് വെച്ചേക്കുവാണ്. ഇവിടെ ലോക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചാണ്. പക്ഷേ ഞാനിങ്ങനെ എടുക്കാറില്ല ഗൈസ്, എപ്പോഴും കാറിൽ തന്നെയാണ് പോകുന്നത്. ദെൻ നമ്മൾ നേരെ അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഹോളാണ്. ഇവിടെ ഈ ഒരു ടേബിള് ചെയറൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് വലിയ ഹോളാണ്. നമ്മളൊന്നിനും യൂസ് ചെയ്തിട്ടില്ല. കാരണം നമുക്കങ്ങനെ ഇവിടെ മാത്രമായിട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെല്ലാം മുകളിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇവിടെ ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡ് മിക്സറാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം നമ്മളത് റെഡിയാക്കാൻ നോക്കിയിട്ട് റെഡി ആകുന്നില്ല. ഒരുപാട് ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് നോക്കി. വണ്ടർ ഷെഫിൻ്റെ സ്റ്റാൻഡ് മിക്സർ ആയിരുന്നു കേട്ടോ. 5 ലിറ്റർ കപ്പാസിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇതുവരെ റെഡി ആയിട്ടില്ല ഗൈസ്, പക്ഷേ ഇത് റെഡിയാക്കി ഇട്ടിക്കണം. നമ്മൾ പുതിയൊരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുകളിലെത്തുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ താഴെ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് മുകളിൽ പോയിട്ട് കാണാം കേട്ടോ. ഈ ഒരു സ്റ്റെയർ വഴിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു സ്പേസാണ്. ഞാൻ ആദ്യം ഈ ഒരു വീട് നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പക്ഷേ ഗ്രാജുവലി നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട്. കാരണം ഈ കേക്കൊക്കെ ആയിട്ട് താഴെ ഇറങ്ങി വരിക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കർത്താവാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ മെഴുതിരി കത്തിക്കുന്നത്. ഇത് ഓൾറെഡി ഇവിടെ ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മെഴുതിരി കത്തിക്കാറുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് കാസ്റ്റ് ഏതാന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒരു മെഴുതിരി കത്തിക്കുന്നുണ്ട്. അതെൻ്റെ ഒരു വിശ്വാസം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫോട്ടോ ഉണ്ട്, അതും ഇവിടെ ഉണ്ടായിരുന്നതാണ്. മുകളിൽ നമ്മളിതേ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. അത് ബെഡ്റൂമാണ് കേട്ടോ. ഇത് ബാത്റൂം. പിന്നെ ദേ ഇങ്ങോട്ട് ടെറസാണുള്ളത്. ഇതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. ആദ്യം നമ്മളുടെ മെയിൻ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ പഴയ ഫ്രിഡ്ജാണ് കേട്ടോ. പഴയ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ പരിപാടി തുടങ്ങി ആദ്യം വാങ്ങിച്ച ഒരു ഫ്രിഡ്ജാണ്. അത്ര പഴയതൊന്നുമല്ല, ഹയറിൻ്റെ ഒരു ഡബിൾ ഡോർ വരുന്ന ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഏത് കമ്പനിയാണ് എത്ര ലിറ്ററാണ് വരുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വർക്ക് സ്പേസിലോട്ട് കയറുവാണ്. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഗ്യാസ്. ഇത് നമ്മുടെ ബാലുവിൻ്റെ അമ്മ നമുക്ക് സ്പോൺസർ ചെയ്ത സ്റ്റവാണ് ഗൈസ്. പിന്നെ ഇതേ നമ്മുടെ ഇവിടെ ഒരു ഷെൽഫുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് കുക്കിംഗ് ഐറ്റംസ് ഒക്കെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ മുട്ട പൊരിക്കൽ, ഓംലെറ്റ് ഉണ്ടാക്കൽ, അങ്ങനെയുള്ള പിന്നെ ന്യൂഡിൽസ്, മാഗി അങ്ങനെയുള്ള പരിപാടികളുണ്ട്. ചിലപ്പോൾ സൂപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചില സമയത്ത് ചിക്കനും മീൻമറ വറുത്ത സാഹചര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുക്കിംഗ് സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, എണ്ണ, കുരുമുളക് പൊടി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ കപ്പ് മസ്റ്റ്
രസമാണ്. ഇവിടെ എല്ലാവരും വരുമ്പോൾ ചായ നിർബന്ധം, അങ്ങനെ കപ്പുണ്ട്. പിന്നെ ദേ ഇവിടെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം. നമ്മുടെ സ്റ്റാഫ് കോച്ചിൻ്റെ പരിപാടിയാണ് കേട്ടോ. ആള് കുറച്ച് ഈ ചെടിയൊക്കെ ഭയങ്കര ഇതാണ്, എല്ലാ ദിവസവും എവിടെന്നെങ്കിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കൊണ്ട് വയ്ക്കുന്നതാണ്. പിന്നെ ദേ ഇവിടെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ബേക്ക് ചെയ്യുന്നത് മീൻസ് നമ്മുടെ ബാറ്റർ കാര്യങ്ങൾ, ഫ്ലോർ മിക്സിങ് ഒക്കെ ഈ ഒരു സ്പേസിലാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസും കൂടെയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഭയങ്കര കാറ്റാണ് ഈ ഒരു സ്പേസിൽ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും ഇവിടെ നിൽക്കുന്ന ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. ഇത് നമ്മുടെ പുതിയ സ്റ്റാൻഡ് മിക്സറാണ്. ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ അത് നോക്കിയാൽ മതി. ഇത് പുതിയതാണ്, വന്നിട്ടൊരു 2 ആഴ്ച ആയിട്ടില്ല. റോസ്മാൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 8 ലിറ്റർ ആണ്. ഇത് ഇവിടെ നമ്മുടെ ഓവൻ വെച്ചിട്ടുണ്ട്. മോർഫി റിച്ചാർഡിൻ്റെ ബെസ്റ്റ ബ്ലാക്ക് 52 ലിറ്ററിൻ്റെ ഓവനാണ് കേട്ടോ. OTG ആണ്, ഓവൻ എന്ന് പറയാൻ പറ്റില്ല, OTG ആണ്. ഇതെൻ്റെ ഈ ഒരു ഷെൽഫ്, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഷെൽഫൊക്കെ നമ്മുടെ ഫോണ്ടൻ വർക്കിൻ്റെ ടൂൾസ്, ഫോണ്ടൻ്റെ പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ, പിന്നെ അവിടെ കട്ടൗട്ട്സ് പ്രിൻ്റൊക്കെ എടുത്തൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ കളർ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു ജനലുണ്ട് കേട്ടോ. ഇത് തുറക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ റോഡ് നമ്മൾ കാണുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് KMCN ചാനലാണ്. ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പും ഉണ്ട് കേട്ടോ. ഉണ്ടോ, ആ കാണുന്നത് KMCN ചാനലാണ്. ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഈ കാണുന്ന ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. പുറത്തേക്കുള്ള വ്യൂ പറയുവാണെങ്കിൽ ഇതാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു സ്പേസിലാണ് നമ്മൾ കൂടുതൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നത്, ഈ ഒരു സ്പേസിലാണ്. പിന്നെ അതേ ഇവിടെ വരുമ്പോൾ നമ്മുടെ വലിയ ഫ്രിഡ്ജ്, അതായത് നമ്മുടെ പുതിയ ഫ്രിഡ്ജാണ് കേട്ടോ. ഇത് ഡബിൾ സൈഡാണ്, സൈഡ് ബൈ സൈഡ് ഡോറാണ്. മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് കേക്കുകൾ ഇന്നത്തേക്കുള്ളത് വെച്ചിട്ടുണ്ട്. ഇത്ര സ്പേസാണുള്ളത്. ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് സ്പേസിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വർക്കൊന്നും ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അധികം. കാരണം ഇതൊരു റെൻ്റൽ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു പ്രോപ്പർട്ടി അല്ലല്ലോ, ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സ്പേസിലേക്ക് എന്തായാലും മാറും. അപ്പം ഈ ഒരു റൂമിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത റൂമിൽ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡാണ് അടുത്ത റൂമുള്ളത്. ഈ റൂം നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഡംപ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. വരുമ്പോൾ തന്നെ ഇത് ഇവിടെ കുറേ ഡെക്കറേഷൻ ഐറ്റംസ്, നമ്മുടെ ഫ്ലവേഴ്സ്, റിബണ്, അതേപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് സ്റ്റിക്കുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇവിടെയാണ്. ചോക്ലേറ്റ്സ്, കേക്കിൻ്റെ ബോക്സ് എല്ലാം ഇവിടെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇവിടെ ഇടയ്ക്ക് കുറച്ച് മേക്കപ്പിനും ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ആണ് നമ്മുടെ ക്യാരി ബാഗ്, ബോക്സുകൾ, അതേപോലെ ബേസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു സ്പേസിലാണ് കേട്ടോ. കാരണം ഇതൊക്കെ പൊടി പിടിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ കബോർഡിനകത്താണ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അതുകൊണ്ട് ഈ ഒരു സ്പേസ് നമ്മൾ അതിനാണ് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഞാനിവിടെ നിൽക്കുമോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെയാണോ താമസിക്കുന്നത്. ആക്ച്വലി ഞാനിവിടെ അല്ല താമസിക്കുന്നത്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരും, വൈകിട്ട് വീട്ടിലേക്ക് പോകും. അതാണ് എൻ്റെ ഒരു സെയിം റൊട്ടീൻ. പിന്നെ നമുക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്, വർക്കൊന്നും തീർന്നില്ലെങ്കിൽ മാത്രം ഞാനിവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. അത് മിക്കപ്പോഴും ശനിയാഴ്ചകളായിരിക്കും. ശനിയാഴ്ച വൈകുന്നേരം ഒരു 12 മണിയായിട്ടും തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കും. എന്നിട്ട് രാവിലെ നമ്മൾ വർക്കൊക്കെ തീർത്ത് നേരെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണല്ലോ. അത് ഞാനിവിടെ സ്റ്റേ എന്നുള്ളൊരു പർപ്പസിന് എടുത്തതല്ല. നമ്മളിവിടെ സ്റ്റേ ചെയ്യാറുമില്ല, കാരണം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഇവിടെ നമ്മുടെ ടെറസ്, ഇവിടെ ബാത്റൂം, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഞാൻ നിൽക്കുന്ന സമയത്തൊക്കെ കിടക്കുന്ന ഈ ഒരു റൂമിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജിൻ്റെയും സ്റ്റാൻഡ് മിക്സറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.